ചായ കുടിച്ച് വിലയായി 100 രൂപ നൽകുക. 5 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല, പത്തനംതിട്ട മുണ്ടുകോട്ടക്കലിലെ ചെറിയ ഒരു ചായക്കടയാണ്. 100 രൂപ ചായക്ക് വിലയായി കൊടുത്തയാൾ സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ്. ഒരു ചായ മാത്രം കുടിച്ച് 9 ഇരട്ടിയിലധികം തുക ഈ ചായക്കടയിൽ എത്തിയവരെല്ലാം കൊടുത്തു. ഇതല്ലേ മലയാളിയുടെ ഒരുമ? വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായാണ് ഈ തുക. ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ചായക്കട നടത്തുന്ന ദമ്പതികളായ ജോജിയുടെയും റീനയുടെയും തീരുമാനം. ഇനി ചായ കുടിക്കാൻ എത്തിയവർ പറയുന്നത് കൂടി കേൾക്കുക. മനസ്സിനകത്ത് വിഷമം ഉണ്ടായി. കാരണം ഇത്രയും മനുഷ്യ ജീവിതല്ലേ പോയത്. അല്ലാതെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക. കാരണം നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവരും. ഇതുപോലെ മലമ്പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആർക്കാലും വിഷമം ഉണ്ടാകും. കാരണം ഒരു മനുഷ്യന് അവൻ്റെ അധ്വാനത്തിൻ്റെ മൊത്തം വലിയ പൊക്കോണ്ടിരിക്കുന്നു. അതൊരു വലിയ പ്രയാസം തന്നെ നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് അറിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള വിഷമങ്ങളുണ്ട്. എപ്പോഴത്തെ പ്രകൃതി ദോഷം കൊണ്ട് നമുക്ക് അതേ പറ്റാൻ പറ്റത്തില്ല. ദൈവത്തിലൂടെ നമ്മൾ പറയുന്നു ദൈവം. അതൊക്കെ എല്ലാ മനുഷ്യന്മാരും കൂടി നല്ല രീതിയിൽ സഹായിക്കുകയും കൊടുക്കണമെന്നുള്ളത്. ഒറ്റപ്പെടുത്താൻ അങ്ങനെ ഒക്കത്തില്ല. എത്രയോ ആൾക്കാരാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒറ്റ കൈയിൽ നിന്ന് അവർക്ക് എന്നുള്ള സഹായങ്ങൾ ചെയ്യുക, അതേ ഉള്ളൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ദുരന്തബാധിതരെ സഹായിക്കുക എന്നാണ് ഇവർ ചോദിക്കുന്നത്. നേരത്തെ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. നമ്മൾ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട്. അന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാർ സഹപ്രവർത്തനമായതുകൊണ്ട് നല്ലൊരു സഹായം ചെയ്യണം എന്നുള്ളതാണ് കൂടുതലാണ് പുള്ളി ഇന്നത്തെ കച്ചവടം. അതിനെപ്പറ്റി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായവും ഞാനും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് കൂടാതെ വേറെ സഹായങ്ങളുണ്ടായാലും അതും ചെയ്യാൻ നമ്മളൊരു താല്പര്യപ്പെടുന്നുണ്ട്. നമ്മളെപ്പോലുള്ളവരെല്ലാവരും എത്ര പേരെ കുഞ്ഞുങ്ങളെ എല്ലാവരും പോയി. ഇനി നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കണം എന്നുള്ളതാണ്. സർക്കാരിന് നമ്മളെ കൊണ്ട് സഹായം സർക്കാരിൽ നിന്ന് കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ കൂടുതൽ ഇനിയും ചെയ്യണമെങ്കിൽ ചെയ്തിരിക്കും. അതാണ് ഞാൻ ഉത്തരവാദിത്വം. കഴിഞ്ഞ 6 വർഷമായി ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്താണ് ജോജിയും റീനയും ചായക്കട നടത്തുന്നത്. വയനാട്ടിൽ തങ്ങളെപ്പോലെ അന്നേക്കുള്ള വരുമാനം കണ്ടെത്തി ജീവിച്ച എത്രയോ പേർക്കാണ് സർവ്വതും നഷ്ടപ്പെട്ടത്. അവർക്കൊരു ചെറിയ കൈത്താങ്ങ് തങ്ങളുടെ വക. ജോജിയും റീനയും പറഞ്ഞു. ഞങ്ങളുടെ ഇന്നത്തെ അധ്വാനത്തിന്റെ വരുമാനം മൊത്തവും മുഴുവൻ തുകയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അധ്വാനിക്കുന്ന മുഴുവൻ തുകയും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കഷ്ടപ്പെടുന്ന അവർക്ക് ഒരു നേരത്തെ ഒരാടെയെങ്കിലും ഒരു ആഹാരത്തിന് ഉപകരിക്കുമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. അതിനുവേണ്ടി ഞങ്ങൾ ഇന്നത്തെ മുഴുവൻ തുകയും ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതിന് ഞങ്ങളുടെ നാട്ടുകാരുടെ പരിപൂർണ പിന്തുണയുണ്ട്. ഇപ്പം നിസാരം 2 പൊറോട്ടയും സാമ്പാറും കഴിച്ചവർ വരെ 100 രൂപ നമുക്ക് തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്നിച്ച് നമ്മളെ കൊണ്ടുവന്ന് എത്തേണ്ടടുത്ത് എത്തിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ തീരുമാനം. മനസ്സിന് ഭയങ്കര വിഷമം തോന്നി. നമ്മളെ കൊണ്ട് താങ്ങാൻ നോക്കുന്ന അധികം വിഷമം തോന്നി. പുലർച്ചയ്ക്ക് 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. 7:30 ആകുമ്പോഴത്തേനും ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനെ കൊണ്ടാണ് ഞങ്ങളുടെ തീരുമാനം. മനസ്സിന് വലിയ സന്തോഷം തോന്നി ഇങ്ങനെ കൊടുക്കാൻ. ദൈവസഹായം എന്നാണ് ചായക്കടയുടെ പേര്. പുലർച്ചെ 4 മണിക്ക് ഉണർന്ന് ജോജിയും റീനയും ചായക്കടയിലെത്തും. മറ്റ് ജോലിക്കാരൊന്നും ചായക്കടയിലില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ തുടരുകയാണ്. അതിലേക്ക് ദൈവസഹായം ഹോട്ടലിന്റെ വക ഒരു ചെറിയ തുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആ ഒരു വേദന കാലം എത്ര കഴിഞ്ഞാലും മലയാളികളിൽ നിന്ന് മാറില്ല. പത്തനംതിട്ടയിലെ ഈ ചെറിയ ഹോട്ടൽ നടത്തുന്ന ജോജിയും ഭാര്യ റീനയും അവരുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുങ്ങലിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.